മലപ്പുറം എന്ന് പറയുമ്പോൾ ഒരു കാലഘട്ടത്തിൽ ആരാന്റെ വിറകെട്ടികളും വെള്ളം കയറികളുമായിരുന്ന സമൂഹം, എല്ലാ അർത്ഥത്തിനും പിന്നോക്കം നിന്നിരുന്ന ഒരു സമൂഹം. മഹാനായ പാണക്കാട് പൂക്കോയത്തങ്ങളും മഹാനായ പാണക്കാട് ചെയ്തു മുഹമ്മദ് ഷിഹാബുദ്ദീനും ഇപ്പോൾ എൻ്റെ പാർട്ടിയുടെ അഭിമന്യനായ മതേതര കേരളത്തിന്റെ മുഖമായ ബഹുമാനായ പാണക്കാട് ചെയ്ത് സാദിഖലി ഷിഹാബുദ്ദീനും എപ്പോഴും പറയും മലപ്പുറത്തിനെ നമുക്ക് മാറ്റണം, ലോകത്തിന്റെ നെറുകയിൽ കൊണ്ടുവരണം. അതുകൊണ്ട് തന്നെ ഈ ഗവൺമെന്റ് ഒരുപാട് പുതിയ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. മലപ്പുറം എന്ന് പറയുന്ന ഈ പ്രദേശത്ത് സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റിന് പൊതുമരാമത്ത് വകുപ്പ് ബഹുമാനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, നിങ്ങളുടെ ജനപ്രതിനിധി, കേരള രാഷ്ട്രീയത്തിലെ മുടി ചൂടാമനായ നേതാവ്, അദ്ദേഹത്തിന്റെ ഒക്കെ ശ്രമഫലമായി അദ്ദേഹത്തിന്റെ ഒക്കെ സഹായത്തോടു കൂടി ബഹുമാനയൊക്കെ തങ്ങളുടെയൊക്കെ നിർദ്ദേശപ്രകാരം മലപ്പുറം സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റിന് വളരെ ബ്യൂട്ടിഫിക്കേഷൻ നടത്തി 100 കോടി രൂപയുടെ പദ്ധതിക്കാണ് സംസ്ഥാന സർക്കാർ തുടക്കം കുറിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ മഞ്ചേരി, മലപ്പുറം ജില്ലയിലെ ഏറ്റവും ഗതാഗതക്കുള്ള ഒരു പ്രദേശമാണ് മഞ്ചേരി സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ്, അവിടെയും 75 കോടി രൂപയുടെ ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ്. അതുപോലെ ഏറ്റവും അധികം പ്രയാസം നമ്മൾ അനുഭവിക്കുന്ന ഇവിടുന്ന് പെരിന്തൽമണ്ണയിലേക്ക് പോകാൻ, പെരിന്തൽമണ്ണയിൽ നിന്ന് പാലക്കാട്ടേക്ക് പോകാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരോടമ്പാലം മുതൽ ഒരു ബൈപ്പാസിന് തുടക്കം കുറിക്കുകയാണ്. 350 കോടി രൂപയുടെ ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ്. പൊതുമരാമത്ത് നേതൃത്വത്തിൽ അതിന് സ്ഥലമെടുപ്പ് കാര്യങ്ങളും ഒക്കെ നടത്തി ഉടൻ തന്നെ ആ പ്രവൃത്തി ആരംഭിക്കുന്നതിനുള്ളൊരു നടപടി ഉണ്ടാവുമ്പോൾ ആ ഗതാഗതക്കുരുക്കിന് ഒരു ശമനം ഉണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ കൊണ്ടോട്ടിയിലേക്ക് പോകുമ്പോൾ മോങ്ങത്ത് ഒരു ബൈപ്പാസ്, അതിനുള്ള നടപടികൾ ആരംഭിച്ചു, സർവേ നടപടികൾ ആരംഭിച്ചു. അതുപോലെ തന്നെ കൊണ്ടോട്ടിയിലൂടെ തന്നെ എൻ്റെ മുൻകാല അവിടുത്തെ MLA ഒക്കെ DV ഇബ്രാഹിം സാഹിബ് അടക്കമുള്ള ആളുകളൊക്കെ അവിടെ ഇടവണ്ണപ്പാറ ജംഗ്ഷനിൽ ഒരു ഗതാഗതം. അതുകൊണ്ട് മലപ്പുറത്തെ സിറ്റി ഒരു ജംഗ്ഷൻ ഇംപ്രൂവ്മെന്റ്, അതായത് അത് പെരിന്തൽമണ്ണയിലും അതുപോലെ തന്നെ തിരൂരും അതുപോലെ കോട്ടക്കലും അതുപോലെ തന്നെ മഞ്ചേരിയിലും അതുപോലെ തന്നെ അരീക്കോടും ഒക്കെ ഉള്ള പ്രദേശങ്ങൾ, ഇടവണ്ണപ്പാറയുള്ള പ്രദേശങ്ങൾ ഒക്കെ ഒരു ജംഗ്ഷൻ ഇംപ്രൂവ്മെന്റ് പദ്ധതിക്ക് ഗൾഫ് മോഡല് നല്ല ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ജംഗ്ഷൻ റോഡ് ഇംപ്രൂവ്മെന്റ് ഈ കാലഘട്ടത്തിൽ, ഈ ഗവൺമെന്റ് കാലഘട്ടത്തിൽ പ്രാവർത്തികമാക്കുമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. അതുപോലെ തന്നെ മലപ്പുറത്തിന്റെയും മലബാറിന്റെയും സ്വപ്നമാണ് നമ്മുടെ മക്കൾ, കുട്ടികൾ എല്ലാവരും. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ജ്വരമാണ്. ഈ സംസ്ഥാന ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ബഡ്ജറ്റിൽ ബഹുമാനായ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു മലപ്പുറത്ത് ലോകോത്തര നിലവാരമുള്ള ഒരു ഫുട്ബോൾ അക്കാഡമി ഉടൻ തന്നെ നിലവിൽ വരുന്നുള്ള നടപടികൾ ഉണ്ടാകും എന്നാണ് പറയുന്നത്. 100 കോടി രൂപയാണ് ആദ്യഘട്ടത്തിൽ ബഡ്ജറ്റിൽ അത് നീക്കിവെച്ചുള്ളത്. സ്ഥലം കണ്ടെത്തി ഏറ്റവും സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് 100 കോടി രൂപ ചെലവിൽ മലപ്പുറത്ത് ഒരു ഫുട്ബോൾ അക്കാഡമി ഉണ്ടാവും. അതുപോലെ തന്നെ മലപ്പുറത്ത് ജില്ലയുടെ ആസ്ഥാന സ്ഥലത്ത് ഒരു ക്യാൻസർ ആശുപത്രി വരാൻ പോവുകയാണ്. ഇതിനൊക്കെ പറയുമ്പോൾ എനിക്ക് നാട്ടുകാരോട് പറയാനുള്ളത്, എൻ്റെ പ്രസംഗം കേൾക്കുന്ന എൻ്റെ നാട്ടിലെ എല്ലാവരോടും പറയാനുള്ളത്, പരമാവധി സ്ഥലം വിട്ടുകൊടുക്കുന്നതിന് നിങ്ങളുടെയൊക്കെ ഭാഗത്തുനിന്ന് പൂർണ്ണമായ സഹായ സഹകരണങ്ങൾ കൂടി ഉണ്ടാകണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുപോലെ തന്നെ ഞാൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ പോയി, ഉപരിതല ഗതാഗത മന്ത്രി ഗഡ്കരിജിയെ പോയി കണ്ടിരുന്നു. അദ്ദേഹം ഒന്ന് സമ്മതിച്ചു, പൊന്നാനിയിൽ നിന്ന് കാടാമ്പുഴ വഴിക്ക്, അതുപോലെ കുറ്റിപ്പുറം വഴിക്ക്, കോട്ടക്കൽ വഴിക്ക്, മഞ്ചേരി, അരീക്കോട്, വൈക്കട്, ഊട്ടിയിലേക്ക് ഒരു നാഷണൽ ഹൈവേക്കുള്ള ഒരു പദ്ധതിക്ക് അവർ തത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം നൽകിയിട്ടുണ്ടെന്ന് കൂടി പറയാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. മലപ്പുറത്ത് ഒരു റവന്യൂ ടവർ കലക്ട്രേറ്റിൽ 80 കോടി രൂപ ചെലവിൽ ഒരു റവന്യൂ ടവർ ഈ ബഡ്ജറ്റിൽ അത് പണം വെച്ചു. അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ആയി. ഇനി അതിൻ്റെ പ്ലാനും എസ്റ്റിമേറ്റും കിട്ടിയാൽ ഉടൻ തന്നെ 6 മാസം കൊണ്ട് അല്ലെങ്കിൽ 8 മാസം കൊണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കൂടുതലായി ഒന്നും തന്നെ പറയുന്നത്. അതുപോലെ തന്നെ ടൂറിസം മേഖലയിൽ പൊന്നാനിയിലും നിലമ്പൂരും ചാലിയാറും ഒക്കെയുമായി ബന്ധപ്പെടുത്തി വലിയൊരു ടൂറിസം പദ്ധതിക്ക് രൂപം കൊടുക്കാൻ. അതുപോലെ തന്നെ നമുക്കറിയാം മലപ്പുറത്ത് നിന്ന് വേങ്ങര പോയി വേങ്ങരന്ന് NH66 പോകണമെങ്കിൽ ഒരുപാട് ഗതാഗത കുരുക്ക് വേങ്ങരയിൽ വരികയാണ്. മുമ്പ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് മലപ്പുറത്തിന്റെ MLA ആയി, ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് KN ഷാജി പഞ്ചായത്ത് വകുപ്പ് മന്ത്രി ജനപ്രതിനിധിയായി ഞങ്ങളെല്ലാവരും ഒരു മീറ്റിംഗ് വിളിച്ചു. 260 കോടി രൂപ ചെലവിൽ ഒരു ഫ്ലൈ ഓവറിന് രൂപം കൊടുത്ത് അതിന് ഫണ്ടും കണ്ടെത്തിക്കൊണ്ട് അടുത്ത് തന്നെ അതിൻ്റെ ഡിസൈനും കാര്യങ്ങളും ഉണ്ടാക്കി വേങ്ങരയിൽ ഒരു ഫ്ലൈ ഓവർ വേങ്ങര ടൗണിലെ ഗതാഗത കുരുക്കൊഴിവാകുന്നതിനുള്ള നടപടി കൂടി ഉണ്ടാകും എന്ന് കൂടി സാന്ദർഭികമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കൂടുതൽ ഞാൻ ഒന്നും പറയുന്നില്ല. നമുക്ക് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട്
നാടിൻ്റെ പുരോഗതി, മതസൗഹാർദ്ദം, മതസാഹോദര്യം. നമുക്കൊക്കെ അറിയാം മലപ്പുറം ഇന്ന് ഇന്ത്യയിൽ എല്ലാവർക്കും മലപ്പുറം ഒരു മാതൃകയാണ്. ബാബരി മസ്ജിദിന് ദുരന്തമുണ്ടായ 1992 കാലഘട്ടത്തിൽ ഇന്ത്യയിലെ എല്ലായിടത്തും വർഗീയ സംഘർഷങ്ങൾ പറന്നപ്പോൾ അതിനെ കേരളത്തെ മാത്രം മാറ്റി നിർത്തിയത് നമുക്കൊക്കെ ഓർക്കേണ്ട ഒരു മഹാനായ ഒരു നേതാവുണ്ട്, പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. അദ്ദേഹമാണ് കേരളത്തിൽ ഒരു വർഗീയ അസസ്യം ഇല്ലാതിരിക്കാൻ, മതേതരത്വത്തോടുകൂടി എല്ലാവരും സാഹോദര്യത്തോടുകൂടി കഴിയാൻ നമുക്കൊക്കെ ഊർജം നൽകിയ നേതാവ്. അതുകൊണ്ട് തന്നെ ഇന്ന് മലപ്പുറത്ത് എല്ലാവരും അഭിമാനത്തോടു കൂടി കാണുന്ന മലപ്പുറമാണ്. ആ മലപ്പുറത്തെ ചേർത്ത് പിടിച്ച് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.